ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് ആണ് നോക്കിയത്. അതിൽ നമ്മൾ കറൻറ്റ് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ നോക്കി അല്ലേ. ഇനി അതിൽ നമ്മൾ പറയാനുള്ളത് ക്യാഷ് റേഷ്യോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ക്യാഷ് റേഷ്യോ, പിന്നെ ബേസിക് ഡിഫൻസ് ഇൻ്റർവൽ, അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണമുള്ളത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. അങ്ങനെ മൂന്നെണ്ണം നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസാണ് നമ്മൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോയിൽ നോക്കിയത്, കറൻറ്റ് റേഷ്യോ ആൻഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. നമ്മൾ ബാക്കി മൂന്ന് റേഷ്യോസ് പിന്നീട് നോക്കും. വഴിയെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചിട്ട് വേണം അത് പറയാൻ. അപ്പോൾ നമ്മളിന്ന് അടുത്ത ടൈപ്പ് ഓഫ് റേഷ്യോസിലോട്ട് പോവുകയാണ്. നമ്മൾ ഏറ്റവും ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്: ലിക്വിഡിറ്റി റേഷ്യോസ്, ലെവറേജ് റേഷ്യോസ്, പിന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആൻഡ് ആക്ടിവിറ്റി റേഷ്യോസ് അല്ലേ. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റേഷ്യോസിലേക്ക് പോവുകയാണ്. ലെവറേജ് റേഷ്യോ അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി റേഷ്യോ എന്നാണ് ഇതിന് പറയുന്ന വേറൊരു പേര്. ഇതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ലെവറേജ് റേഷ്യോസ് ഉണ്ട്: ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ആൻഡ് കവറേജ് റേഷ്യോസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലെവറേജ് റേഷ്യോൻ്റെ കീഴിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ആണ്. എന്തൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്? അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസിൻ്റെ കീഴിൽ തന്നെ 4 ഉണ്ട്: ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പിന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ. അപ്പോൾ നമ്മൾ ആദ്യം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് നോക്കാൻ പോകുന്നത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോന് വേറൊരു പേരും കൂടി പറയും, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല എന്താ? ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഓർ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. നിങ്ങൾ ഈ 3 ഫോർമുല ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 നോക്കിയാൽ നിങ്ങൾക്കറിയാം ഡിനോമിനേറ്റർ 3ൻ്റെ സെയിം ആണ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ന്യൂമറേറ്ററിൽ മാത്രമേ ചെറിയ ചേഞ്ച് വരുന്നുള്ളൂ. ചെറിയ ചേഞ്ച് എന്നേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, ടോട്ടൽ ഡെറ്റ് ഓർ ലോങ് ടേം ഡെറ്റ്, ഈ 3 കാര്യങ്ങളാണ് വരുന്നത് അല്ലേ. ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത്, അതായത് തേർഡ് പാർട്ടിക്കുള്ള ലയബിലിറ്റീസ്. തേർഡ് പാർട്ടി ആരാ? അതർ ദാൻ ഓണേഴ്സ് അല്ലേ. അപ്പോൾ ഓണേഴ്സിൻ്റെ ലയബിലിറ്റി, അതായത് ബിസിനസ്സിന് ടുവേർഡ്സ് ഓണറിനുള്ള ലയബിലിറ്റി കൂടാതെയുള്ള ലയബിലിറ്റീസാണ് അവിടെ എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് ലയബിലിറ്റീസ് ഷുഡ് ബി ഇഗ്നോർഡ്. കറൻറ്റ് ലയബിലിറ്റീസ് അതിൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ടോട്ടൽ ഡെറ്റ് ആയാലും കറൻറ്റ് ലയബിലിറ്റി എടുക്കാൻ പാടില്ല. ഇവിടെ ലോങ് ടേം ഡെറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ലോങ് ടേം ഡെറ്റാണ്. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റി എന്തായാലും വരില്ല. അപ്പോൾ ഈ 3 ന്യൂമറേറ്ററും പേരിൽ 3 എണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മീനിങ് ഒക്കെ സെയിം തന്നെയാണ്. അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്താണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്തൊക്കെയാണ് വരിക? ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്ലസ് മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻറ്റ്സ്. ഈ 3 കാര്യങ്ങളും കൂടി ടോട്ടൽ ചെയ്ത് എന്ത് കിട്ടും നിങ്ങൾക്ക്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കിട്ടും. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈ ഒരു മെത്തേഡിലല്ലാതെ വേറൊരു വഴി കൂടിയും കൂടി കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? നോൺ കറൻറ്റ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ലെസ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. അതായത് നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ ഒപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ലെസ് ചെയ്യുക. അപ്പോൾ എന്ത് നിങ്ങൾക്ക് കിട്ടും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ്സ് ഓവർ കറൻറ്റ് ലയബിലിറ്റീസ്, അതായത് കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? നോൺ കറൻറ്റ് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കിട്ടും. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷ്യോ എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ഒരു ബാധ്യത, അതിനെയാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ ബേസ് ചെയ്ത് എത്ര ഡെറ്റ് ഉണ്ട് ഓർഗനൈസേഷന്, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ലെൻഡേഴ്സിന് അല്ലെങ്കിൽ ഓർഗനൈസേഷന് കടം കൊടുത്ത ആളുകൾക്ക് അധികം പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫണ്ടും
എന്താ പറയുക, ഫണ്ട് റിസീവ് ചെയ്യാനുള്ള സോഴ്സിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ കൂടി ക്യാപിറ്റൽ പോർഷൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഫണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് അവരുടെ ഡെറ്റ് കമ്പനിക്ക് വേണമെങ്കിൽ പേ ഓഫ് ചെയ്യാം. ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് അവിടെ ലെൻഡർക്ക് ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ലെൻഡേഴ്സിന് ആ ഒരു ഹോപ്പില്ല. അപ്പോൾ അതായത് അതിനെ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചീത്ത ഇമ്പ്രഷനാണ് കൊടുക്കുന്നത്. അതായത് കമ്പനിയുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടില്ല, അതായത് എന്തെങ്കിലും കമ്പനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ട് തിരികെ കിട്ടില്ല എന്നാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. അതേസമയത്ത് ഒരു ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആവശ്യത്തിന് ഫണ്ട് കയ്യിലുണ്ട്, നമ്മൾ ഒരു ഓർഗനൈസേഷന് കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ച് കിട്ടും എന്നാണത് ഇംപ്ലൈ ചെയ്യുന്നത്. നമ്മൾക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് ABC Company Limited ആസ് ഓൺ 31st March 2015 കാൽക്കുലേറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. നിങ്ങൾക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് ABC Company Limitedൻ്റെ. നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്ന ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് തന്നിട്ടുണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, കറൻറ്റ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡിലാണെങ്കിൽ നോൺ കറൻറ്റ് അസറ്റ്സ് തന്നിട്ടുണ്ട്, കറൻറ്റ് അസറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഫോർമുല ഒന്ന് എടുത്ത് എഴുതുക, അതിൽ കൊടുക്കേണ്ട എമൗണ്ടുകളെല്ലാം റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല എന്താ, ടോട്ടൽ ഡെറ്റ്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലേ. ടോട്ടൽ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ടോട്ടൽ ഡെറ്റ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയാണ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വരില്ല. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സിന് കൊടുക്കാനുള്ള ലയബിലിറ്റിയാണ് അല്ലേ, ലയബിലിറ്റി ടുവേർഡ്സ് ഓണേഴ്സാണ്. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്, അതും ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേം ഡെറ്റ് അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ലോങ് ടേം ബോറോയിങ്സ് ഒരു 4 lakh ഉണ്ട്, അതർ ലോങ് ടേം ലയബിലിറ്റീസ് 40,000 ഉണ്ട്, ലോങ് ടേം പ്രൊവിഷൻ 60,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5 lakh ഉണ്ട്. 4 lakh പ്ലസ് 40,000 പ്ലസ് 60,000. അപ്പോൾ ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹5 lakh ആണ്. ഇത് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾക്കിപ്പോൾ ന്യൂമറേറ്റർ കിട്ടി അല്ലേ 5 lakh, ഇവിടെ ടോട്ടൽ ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ തന്നിരിക്കുന്നത്, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻറ്റ്സ്. ഇത് 3 തന്നിട്ടുണ്ടോ, 3 തന്നിട്ടുണ്ട്, 3 ഫിഗറും തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 12 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 lakh, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻറ്റ്സ് 1 lakh. 3 കൂടി ടോട്ടൽ ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും, നിങ്ങൾക്ക് 15 lakh കിട്ടും. ഇതാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു ഫോർമുലയും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായിരുന്നു, നോൺ കറൻറ്റ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റ്സ് പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ്. ഇപ്പോൾ 3 കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. നോൺ കറൻറ്റ് അസറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തു, കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റ്സ് ഇവിടെ എത്രയുണ്ട്, 18 lakh ഉണ്ട്. 15 lakh പ്ലസ് 2 lakh പ്ലസ് 1 lakh. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കാണണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് എത്രയുണ്ട്, കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 lakh ഉണ്ട്, കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 lakh ഉണ്ട്. അപ്പോൾ 7 lakh മൈനസ് 5 lakh 2 lakh ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നോൺ കറൻറ്റ് അസറ്റ്സ് എടുത്തു നമ്മൾ 18 lakh, അതിൻ്റെ ഒപ്പം വർക്കിംഗ് ക്യാപിറ്റൽ 2 lakh ആഡ് ചെയ്തു. കൂടാതെ ഇനി എന്താ ആഡ് ചെയ്യണം, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് അല്ലേ. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 lakh, അത് 5 lakh കൂടി എടുത്ത് ലെസ് ചെയ്യാം. അപ്പോൾ 18 lakh പ്ലസ് 2 lakh 20 lakh മൈനസ് 5 lakh. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 lakh ആണ്. അത് തന്നെയല്ലേ നമുക്ക് മുകളിലും കിട്ടിയത്. അപ്പോൾ 2 ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടും, ഇക്വിറ്റി കിട്ടും. ഇത് നമ്മൾ അക്കൗണ്ടൻസി ആദ്യത്തെ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ. എന്തായിരുന്നു, C+L=A. അത് തന്നെയാണ്. അതായത് C+L എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് = അസറ്റ്സ്. ഇവിടെ നമ്മൾക്ക് അസറ്റ്സും അറിയാം ലയബിലിറ്റീസും അറിയാം. ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത് രണ്ടാമത്തെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നോൺ കറൻറ്റ് അസറ്റ്സ് പ്ലസ് കറൻറ്റ് അസറ്റ്സ് ലെസ് കറൻറ്റ് ലയബിലിറ്റീസ് ലെസ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ എന്ത് കിട്ടി, 15 lakh കിട്ടി. ഇനി നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ്സ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമ്മൾക്ക് ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് 5 lakh കിട്ടി, അത് ന്യൂമറേറ്ററിൽ എടുത്ത് എഴുതി. ഡിനോമിനേറ്റർ എത്ര കിട്ടി, 15 lakh കിട്ടി അല്ലേ, ഡിവൈഡഡ് ബൈ 15 lakh. അപ്പോൾ 0.33:1 ഇതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലേ. വലിയ ഹൈ റേഷ്യോ ഒന്നുമല്ല, മോഡറേറ്റ് റേഷ്യോ ആണ്, കുഴപ്പമില്ലാത്ത റേഷ്യോ ആണ്. ഇനി ഡെറ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ, അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അസറ്റ്സിൽ എത്ര
അസറ്റ്സ് ആണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലയബിലിറ്റി ഉപയോഗിച്ച് ഫിനാൻസ് ചെയ്തേക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആണ് എന്തുപയോഗിക്കുന്നത്? ഡെറ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. ഇവിടെ പേര് പറയുന്ന പോലെ തന്നെ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ, അതായത് ഇവിടെ ഡെറ്റ് ന്യൂമറേറ്ററും ടോട്ടൽ അസറ്റ്സ് ഡിനോമിനേറ്ററുമായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോൻ്റെ ഫോർമുല ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. അതായത് ഇവിടെ ടോട്ടൽ അസറ്റ്സ് എന്നാണ് എടുത്തേക്കുന്നത്. ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് സൈഡിലെ എല്ലാ ഫിഗേഴ്സും കൂടി ടോട്ടൽ ചെയ്യും. ഇനി നെറ്റ് അസറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോന് വേറൊരു പേര് പറയും, ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്, അതായത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അപ്പോൾ എന്ത് പറയും? ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് നെറ്റ് അസറ്റിനെ ബേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്നും, ടോട്ടൽ അസറ്റിനെ ബേസ് ചെയ്താണെങ്കിൽ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ എന്നും പറയും. അപ്പോൾ മുകളിലത്തെ കാര്യം ചേഞ്ച് ചെയ്യില്ല, ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ് ആണെങ്കിൽ പേര് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്ന് പറയും. ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ, അതായത് നമ്മൾ മുന്നത്തെ റേഷ്യോ പറഞ്ഞാൽ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. അതെന്താ ഇംപ്ലൈ ചെയ്ത്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അസറ്റ് ഔട്ട്സൈഡ് ഫണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലയബിലിറ്റി ഉപയോഗിച്ച് എത്ര ഫണ്ട് ചെയ്തു എന്നല്ലേ. ഇത് നേരെ തിരിച്ചാണ്, അതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ഓണേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് എത്ര പെർസെൻറ്റേജ് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഉപയോഗിക്കുക. ഇവിടെ അന്നേരം നമ്മൾ മുന്നത്തെ റേഷ്യോയിൽ നമ്മൾ ടോട്ടൽ ഡെറ്റാണ് ന്യൂമറേറ്ററായിട്ട് എടുത്ത്, ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് ന്യൂമറേറ്ററായിട്ട് എടുക്കുക. ഡിനോമിനേറ്ററായിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്, അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. നിങ്ങളടുത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ബേസിസിലാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡിനോമിനേറ്ററായിട്ട് എടുക്കുക. അല്ല ടോട്ടൽ അസറ്റിൻ്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ടോട്ടൽ അസറ്റായിട്ട് എടുക്കുക. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ നെറ്റ് അസറ്റ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നെയാണ് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ടോട്ടൽ അസറ്റിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഈ പ്രൊപ്രൈറ്ററി റേഷ്യോൻ്റെയും ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോൻ്റെയും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ 1 ആയിരിക്കും. അതായത് പ്രൊപ്രൈറ്ററി റേഷ്യോ പ്ലസ് ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് എത്ര ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, അതായത് ടോട്ടൽ അസറ്റ് എത്ര ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. അത് ഹയർ റേഷ്യോ ആണെങ്കിൽ നല്ലതാണ്. അതായത് ഓണേഴ്സ് ഫണ്ട് ഉപയോഗിച്ചാണ് അസറ്റെല്ലാം ഫിനാൻസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഫണ്ട് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മെഷറാണ്. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോയും ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോൻ്റെയും ടോട്ടൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ സപ്പോസ് 75% അല്ലെങ്കിൽ 0.75 ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്നുണ്ടെങ്കിൽ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ കാണാൻ 1 മൈനസ് 0.75. അപ്പോൾ നേരെ ബാക്കിയുള്ളതായിരിക്കും എന്ത്? ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. ഇനി ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ, നിങ്ങൾക്ക് എന്ത് ഫോർമുല കിട്ടാനുണ്ടെങ്കിലും ഏതാണോ ആദ്യം തന്നേക്കുന്നത് അതിനെ ന്യൂമറേറ്ററായിട്ട് എടുക്കുക, മറ്റേതിനെ ഡിനോമിനേറ്ററായിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് ആണ് നോക്കിയത്, ഇവിടെ ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ ആണ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ന്യൂമറേറ്റർ ടോട്ടൽ അസറ്റിന് എടുക്കുക, ടോട്ടൽ അസറ്റ് ന്യൂമറേറ്ററായിട്ട് എടുക്കുക, ഡെറ്റിന് എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററായിട്ട് എടുക്കുക. ഇത് വിൽ ബി ഈക്വൽ ടു പ്രൊപ്രൈറ്ററി റേഷ്യോ. സിഗ്നിഫിക്കൻസ് അതിനെ ഹയർ ആരാണോ ഫിനാൻസ് ചെയ്തേക്കുന്നത് നോക്കാൻ വേണ്ടി, എത്ര പെർസെൻറ്റേജ് പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണേഴ്സ് ഫിനാൻസ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇതും ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ ആൻഡ് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. 4 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ആൻഡ് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, കറൻറ്റ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡിലാണെങ്കിൽ നോൺ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് അസറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല ഡെറ്റ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ലോങ് ടൈം ബോറോയിങ്സ്, നോൺ കറൻറ്റ് ലയബിലിറ്റി അത് മാത്രമേ ഉള്ളൂ അല്ലേ, 1,50,000. അപ്പോൾ ഡെറ്റ് നമ്മൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അഡീഷൻ്റെ പോലും ആവശ്യമില്ല. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് അതായത് ലോങ് ടേം ബോറോയിങ്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ലോങ് ടൈം ബോറോയിങ്സ് എടുക്കുക 1,50,000. ഇനി ഇക്വിറ്റി നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് 4 + 1 5 lakh ആണ്
ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1,50,000 ഡിവൈഡഡ് ബൈ 5 lakh, അതായത് 0.3:1 ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെറ്റ്സ്. ഇവിടെ ടോട്ടൽ അസറ്റ്സ് എത്രയുണ്ട്? ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, അതായത് നോൺ കറൻറ്റ് അസറ്റ്സിൽ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, പിന്നെ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, പിന്നെ കൂടാതെ കറൻറ്റ് അസറ്റ്സ് ഉണ്ട് അല്ലേ. ടോട്ടൽ അസറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 lakh + 1 lakh + 2 lakh 7 lakh ആണ് ടോട്ടൽ അസറ്റ് നമ്മൾക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ലോങ് ടേം ഡെറ്റിൻ്റെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ലോങ് ടേം ഡെറ്റായിട്ട് ആയിക്കൂടി എന്ത് മാത്രമേ ഉള്ളൂ? നമ്മൾക്കിവിടെ ലോങ് ടേം ബോറോയിങ്സ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ, 1,50,000. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെറ്റ്സ് എന്ന് പറയുമ്പോൾ 7 lakh ഡിവൈഡഡ് ബൈ 1,50,000. അപ്പോൾ എത്രയാണ് ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ എന്ന് പറയുന്നത്? 4.67:1. ഇനി നിങ്ങളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോൻ്റെ ഫോർമുല ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അല്ലേ. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആവശ്യമുണ്ട്, ടോട്ടൽ അസറ്റ് ആവശ്യമുണ്ട്. നമ്മളിത് രണ്ട് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 5 lakh, പിന്നെ ടോട്ടൽ അസറ്റ് ഇവിടെ 7 lakh ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 lakh ഡിവൈഡഡ് ബൈ 7 lakh 0.71:1 അല്ലേ. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ആണ്. ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഡെറ്റ്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ലോങ് ടേം ഡെറ്റ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1,50,000. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 5 lakh അല്ലേ. 5 lakh + 1,50,000 6,50,000. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് ആണ്. അതായത് നിങ്ങൾക്ക് വേറൊരു വിധത്തിലും കണ്ടുപിടിക്കാം, ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ ഇവിടെ 6,50,000 കിട്ടി. 6,50,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നമ്മൾക്ക് ഡിനോമിനേറ്ററായിട്ട് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ലോങ് ടേം ഡെറ്റ്സ് നമ്മൾക്ക് ഓൾറെഡി അവിടെ 1,50,000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 6,50,000 അതാണ് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ, അതായത് 0.23:1. അപ്പോൾ ഇതും എന്താ പറയുക, ഹൈ റേഷ്യോ ഒന്നുമല്ല, മോഡറേറ്റ് റേഷ്യോ ആണ്, കുഴപ്പമില്ലാത്ത റേഷ്യോ ആണ്. അപ്പോൾ ഇതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഭയങ്കര സുഖമാണ്. ഫോർമുല കാണാതെ പഠിക്കണം. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ പെറുക്കി എടുത്ത് എഴുതുക. എല്ലാം വളരെ എളുപ്പമാണ്. എന്തെങ്കിലും സംശയം ഇതിലുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ നാളെ കവറേജ് റേഷ്യോസ് നോക്കും. ഓക്കെ, താങ്ക് യു.